ഒപ്പം കയറൊക്കെ ചെയ്യൂ. കുളത്തില്ലാത്തോണ്ടാണല്ലോ എന്തെങ്കിലും സംഭവം മനസ്സിലായില്ല. ഒരാളിപ്പോൾ നിൽക്കേണ്ട ആവശ്യം എവിടെയും ബാത്റൂം എവിടെ ഇരുന്ന് പിന്നെ പറയുകയാണെങ്കിൽ മൂത്രപോലെ മറ്റേ കാണിച്ചാല് 4 ഓല മറച്ച് കുത്തിയിട്ട് അതിനുള്ളിൽ 2 കല്ലിടും. ആ കല്ലുമ്പോ കേൾക്കും. അവിടെ പാത്രത്തിൽ വെള്ളം കൊണ്ടുവച്ച് അതിന്റെ വെള്ളം അങ്ങനെ ചെയ്യും. അങ്ങനെയൊക്കെ ഒരു സുവർണ്ണ കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താ ചെയ്യാം? ആൾക്കാർക്കൊക്കെ സുഖം കൂടി പോയി. നമുക്ക് സുഖം കാലത്തിലാണ് അഭിപ്രായത്തില് പണ്ട് ജീവിച്ച് മരിച്ചു പോയവർക്കാണോ സുഖസുന്ദരമായ ജീവിതം ഉണ്ടായിട്ടുള്ളത്, അതോ ഇപ്പോഴത്തെ തലമുറക്കാണോ നല്ല ജീവിതം ഉണ്ടായിട്ടുള്ളത്? ഇപ്പോഴത്തെ തലമുറക്കാണ് എല്ലാ സുഖ സൗകര്യങ്ങളുള്ള ജീവിതം ഉണ്ടായത്. പിന്നെ അന്നത്തെ കാലത്ത് എന്തിനാ ഞാൻ പറഞ്ഞത്, ടിപ്പു സുൽത്താൻ വലിയ രാജാവൊക്കെ ആയിരുന്നു. ഒരു പങ്ക പോലും ആള് ഉപയോഗിച്ചിട്ടില്ല. അതിനുള്ള സൗഭാഗ്യം ആൾക്ക് കിട്ടിയിട്ടില്ല. ഇന്നൊരു കൂലിപ്പണിക്കാരന്റെ വീട്ടിലും ഫാനും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ആ ടിപ്പു സുൽത്താനേക്കാൾ നല്ല രീതിയിൽ അന്നത്തെ ഒരു സാധാരണക്കാരൻ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് അന്നത്തെ രീതിക്കനുസരിച്ച് ചാൻസ് കിട്ടിയിട്ടില്ല. ടെക്നോളജി കാരണം അപ്പൊ ഇവരൊക്കെ നമ്മള് വളർത്തിയെടുക്കാന്ന് പറഞ്ഞാല് വലിയ കഷ്ടപ്പാട് തന്നെ സാധിക്കേ ഭയങ്കര വാശിയാണ്. നാട്ടിലൊരു കഷ്ടം മുറിച്ചിട്ടാൽ അവിടെ പറയട്ടെ ശരിന്റെ അതേപോലെ മുളക് ചെയ്തുമ്മ. അല്ല അതല്ല, സാഹിന്റെ ഒരു കഷ്ണം കുറിച്ചിട്ടാൽ അവിടെ പോട്ടെ എന്ന് പറയും. ഇവള് 2 കാല് കൂടി ചില മക്കളെ കൊണ്ടായിരുന്നല്ലേ? ചില മക്കളെ എത്രയോ കഷ്ടപ്പെട്ടാണ് നമ്മളെ മക്കളെ വളർത്തിയെടുത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടില് സൗകര്യം ഇല്ല. ഇതൊക്കെ മാതിരി ഒരു സൗകര്യം ഇല്ലല്ലോ. പിന്നെ കത്തില് കാണാനില്ല. അപ്പൊ പോയേക്കുമ്പോ ഒരു പഴക്കൊല ഫുള്ള് തിന്നിട്ട് കാണുന്നില്ല. പത്താഴത്തിന് കെട്ടിട്ടിട്ട് കാൽമ കെട്ടിട്ട് പിന്നെ ആളെ അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ. അല്ല അപ്പൊ അത്ര എക്സ്ട്രീം ആയിരുന്നു. മാസമായെന്ന് ഒരു കട്ടിലുണ്ട്, ഒരു സാരിയുണ്ട്, കാണാനായപ്പോ തെറ്റി പോയിക്കുന്നത് കട്ടിലുണ്ടല്ലോ. ആ 8 മാസം എനിക്ക് കട്ടിൽ കയറിയിട്ട് വീടുള്ള സാരി 8 മാസത്തില്ല 18 8 മാസം അത്